നമ്മൾ മലയാളികൾക്ക് ഈ വിഷുവിന് ഒരു സിനിമയ്ക്ക് 100 കോടിയും കടന്ന് കൈനീട്ടം നൽകിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം കൂടെ ചേർന്നാണ് ആ കൈനീട്ടം നൽകിയത്. ടിക്കറ്റ് കിട്ടാത്തവർ മാത്രമാണ് ഇനിയും ആ കൈനീട്ടം കൊടുക്കാനുള്ളത്. പറഞ്ഞു വരുന്നത് ഞാൻ രണ്ടാം വാഴയെക്കുറിച്ചാണ്. രണ്ടാം വാഴ വച്ച സംവിധായകൻ സവിൻസായും വാഴയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ച അഖിൽ ലൈലാസുരനും ഈ വിഷു ദിനത്തിൽ ഞങ്ങൾക്കൊപ്പം ഹലോ മലയാളത്തിൽ ദേ എനിക്കൊപ്പം ഈ ഫ്ലോറിലുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. രണ്ടുപേരുടെയും വിഷു വിശേഷം വാഴ 2 തന്നെ ആയിരിക്കും അല്ലേ? ഗംഭീര വിജയം നേടി മുന്നോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു വാഴ 2ലേക്ക് എത്തി? അതിൽ നിന്ന് തുടങ്ങാം. ഞാൻ വിപിൻചേട്ടൻ്റെ കൂടെ അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ വാഴ 1ലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡബ്ബ് നടക്കുന്ന ടൈമിലാണ് ഇങ്ങനൊരു പ്ലാനൊക്കെ ആയത്, വാഴ 2 ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചോദിച്ച് നീ ഡയറക്റ്റ് ചെയ്യില്ലേന്ന് ചോദിച്ചു. ഓക്കെ, സെറ്റ് ചെയ്യട്ടാ നോക്കാമെന്ന് പറഞ്ഞ് ഇതിലേക്ക് എത്തിയത്. ഇപ്പം വാഴയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വാഴ 3യുടെ കൂടി അനൗൺസ്മെന്റ് നടന്നു ഇന്നലെ. അപ്പം ഈ വാഴ നമുക്കറിയുന്ന പോലെ ഓരോ വാഴ 1, വാഴ 2, വാഴ 3 അങ്ങനെ അങ്ങനെ പോകുന്നു. സംവിധായകരും നിങ്ങളെല്ലാം ഒരു ഗാലക്സി ആണോ? അതെ അതെ അതെ. നമ്മളെ പരസ്പരം എല്ലാവർക്കും നേരത്തെ അറിയാം. അറിയാം. ഇപ്പം ഇതിന്റെ ഡയറക്ടർ ആണെങ്കിലും ഇപ്പം വാഴ 2ലെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. എന്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളാണ് അവൻ. ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി വാഴ 2നെ കുറിച്ച് വരുമ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷം കണ്ട് നമ്മൾ ഭയങ്കരമായിട്ടും സന്തോഷിച്ച് എന്നാൽ ഉള്ളിലുള്ള സങ്കടമൊക്കെ കരഞ്ഞു തീർത്ത ഒരു സിനിമ. അത് ഒരാളെന്നല്ല, കണ്ടിറങ്ങുന്ന എല്ലാവരും. അപ്പം ആ രീതിയിൽ ഇമോഷണലി തന്നെ ചെയ്തൊരു സിനിമയായിരുന്നു അത്. ആൾക്കാർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഇത്ര വലിയൊരു വിജയമാവുമെന്ന് ഓക്കെ ആയാൽ മതി എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ക്യാമറ എടുത്ത് തന്നെ പറയണം. കാരണം എന്തോരം ഷോട്ട്സുകളല്ലേ അതിലിപ്പം. ഒരു പാട്ടിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മറ്റേ ബൊമ്മാലിയിലൊക്കെ വരുമ്പോഴത്തേനും ഹാഷിറിൻ്റെ ക്ലോസ് ആ ശബ്ദം ഉണ്ടാക്കുന്ന തൊട്ട് ഇങ്ങനെ പടപടപടപടേ ഒരുപാട് ഷോട്ട്സ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തെടുത്തയാണോ അതോ എല്ലാം? നിങ്ങൾ രണ്ടുപേരും ഇൻട്രോവേർട്ടുകളാണോ? അല്ല, അങ്ങനെയല്ല. ഓക്കെ, അപ്പം വിഷു ഒക്കെ ആയിട്ട് വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ? നാട്ടിലെ വിഷു, ഇപ്പോഴത്തെ വിഷു, സിനിമയ്ക്ക് ശേഷമുള്ള വിഷു, അങ്ങനെയൊക്കെ ഉണ്ടോ? ഓക്കെ ഓക്കെ. ഇപ്പം ഈ അഖിൽ എങ്ങനെയാണ് ഈ വാഴയിലേക്ക് എൻ്റർ ആവുന്നത്? എങ്ങനെയാണ്? ഇതുപോലെ ഞാനും സഞ്ജയനും ഒരുമിച്ച് വർക്ക് ചെയ്തത്. വിപിൻചേട്ടൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. വിപിൻചേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നത് ഈ മറ്റേ ഗുരുവായൂർ അമ്പല. അതിൽ ഞാൻ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, നീരജ് രവി പുള്ളിയുടെ കൂടെ. പുള്ളിയുടെ അത് കഴിഞ്ഞ് ജയഹയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ബബ്ലു പുള്ളിയുടെ. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് മുന്നേ ഓക്കെ. നമുക്കിപ്പോൾ ഇപ്പം ലാലേട്ടൻ കണക്റ്റഡ് ആണ്, വിശ്വസിക്കുന്നുണ്ടോ? ലാലേട്ടാ, ഗുഡ് മോർണിംഗ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ആരാ സംസാരിച്ചോണ്ടിരുന്നത്? ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേര് വാഴ 2ന്റെ സംവിധായകനും അതേപോലെ ക്യാമറമാനാണ്, സവിൻസായും അഖിൽ ലൈലാസുരനും. അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി വിഷു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ഞാൻ നേരുന്നു. ഓക്കെ, ലാലേട്ട, എന്താ വിഷു ആയിട്ട് വിശേഷങ്ങൾ എന്തൊക്കെയാ? വിഷു നല്ല വാഴ നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതിന്റെ സന്തോഷം കൂടെ അറിയിക്കുന്നു. ഓക്കെ ഓക്കെ. ഈ വിഷു നാട്ടിലുണ്ടോ? നാട്ടിലില്ല, ഇല്ല, യുഎസിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ലാലേട്ടനും ഈ വർഷം അടിപൊളിയാകട്ടെ, നല്ലൊരു വിഷു കാലം ഞങ്ങളും ആശംസിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ട് ഉണ്ടാവട്ടെ, എല്ലാവർക്കും എപ്പോഴും സന്തോഷം ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ലാലേട്ട, താങ്ക് യു സോ മച്ച്. ഓക്കെ. സന്തോഷമായി ഗൈസ്. അപ്പൊ ഞങ്ങളുടെ വിഷു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് ഓണായില്ലേ? ഓക്കെ. അപ്പം ഈ വാഴ 2ന്റെ ഇപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാലേ അതിന്റെ പാട്ടുകളൊക്കെയാ, സംഗീതവും അതൊക്കെ എങ്ങനെയായിരുന്നു ഇമോഷണലി എല്ലാവരെയും? ഇപ്പം പാട്ട് അറിയാലോ, റീൽസ് ഫുള്ള്. അത് ലാസ്റ്റ് പരിപാടി ചെയ്ത് പാർവതീഷ് എന്ന് പറഞ്ഞ ആളാണ്. ആള് തന്നെയാണ് മറ്റേ വാഴ 1ലെ മകനെ എന്ന് പറഞ്ഞ പാട്ട്. അത് ചെയ്ത ടൈമിൽ നമുക്ക് ഇമോഷണലി ഒരു ഹുക്കുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ആൾക്കാരിലേക്ക് അത് എത്തുമെന്ന് വിചാരിച്ചില്ല. ഈ റീൽസ് പോലൊരു സിനിമ, അതോ സിനിമയെ റീൽസ് ആക്കിയതാണോ? അല്ല, അത് എഴുതി വന്നപ്പോൾ അങ്ങനെ ഒരു മൂഡിലേക്ക് വന്നതാണ്. ഇങ്ങനെ ആകണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല. എന്താ ശരി. ഈ ക്യാരക്ടറൊക്കെ ഹാഷിർ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. ഇപ്പം ദേവരാജ് ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ്. ഈ മുഖങ്ങൾ മതി അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു സൻസ? അല്ല, ഇപ്പൊ ഇവര് 4 പേർ ആണ് മെയിൻ ആയിട്ട് പരിപാടി. അതെ അതെ. ഹാഷിർ പിന്നെ വാഴ 1ലും ഉണ്ടായിരുന്നു. അവര് 4 പേരുണ്ടായിരുന്നു വാഴ 1ൽ. അപ്പോൾ അവർ 4 പേരും തന്നെ മെയിനായിട്ട് ലീഡാക്കി ഒരു പരിപാടി എന്നുള്ള മൂഡാണ് പോയത്. ദേവരാജ്
ദേവരാജിലേക്ക് എത്തിയത് നമ്മൾ ആദ്യം വേറൊരു ആളെയായിരുന്നു കാസ്റ്റ് ചെയ്തത്. പിന്നെ അത് ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പത്തേക്കാണ് ദേവരാജിലേക്ക് എത്തുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണ് ദേവരാജ് എത്തുന്നത്. ഈ ഷോർട്സ് ഒക്കെ പ്ലാൻ ചെയ്ത് എടുക്കണോ അതോ മുഴുവൻ സംവിധായകൻ പറയുന്ന അനുസരിച്ചാണോ അതോ അല്ലാതെ? ഞങ്ങൾ തമ്മിൽ ഒരു നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. നമ്മള് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. ഞങ്ങൾ ജയഹേ തൊട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഒരുപാട് സിനിമ അതെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഞ്ചന്റെ കൂടെയും ഞാൻ അതേ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലും ഞാൻ അതിന് മുന്നേ വിഞ്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. വിഞ്ചന്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ബന്ധം ഒരുമിച്ചുള്ള ഈ അടുത്ത സിനിമയുടെ തിരക്കഥ വിപിൻ ദാസ് തന്നെയാണല്ലോ. അപ്പം എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെല്ലാവരും ആയിട്ടുള്ളത്? ആള് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സ്റ്റേജിലൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയത്. പിന്നെ ആളുള്ള കാരണമാണ് വാഴ 1, 2, 3 ഒക്കെ ഇനി സംഭവിക്കാൻ പോകുന്നതൊക്കെ ഉള്ളത്. ഈ വിഷ്വൽ മൊത്തം അത് ഒറിജിനൽ വിഷ്വൽസ് എന്തെങ്കിലും VFX ഉണ്ടോ അതോ? അങ്ങനെ കാര്യമായിട്ടുള്ള VFX എല്ലാം ഇല്ല. നമ്മൾ ലൈവായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത പരിപാടിയുള്ളൂ. ചെറിയ ചെറിയ ഇപ്പം ഇതിന്റെ ബിഹൈൻഡ് സീനൊക്കെ ഇപ്പം ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടായിരുന്നു. അവരുടെ മറ്റേ തല്ലുകൂടുന്ന സീനും അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ ആ സമയത്ത് അതോ എല്ലാം ഫണ്ണായിരുന്നു? ഫണ്ണായിരുന്നു. നമ്മൾ പിടിച്ച് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിയലായിട്ട് തന്നെയാണ് ചിലതൊക്കെ ഇടിയൊക്കെ ചില പിന്നെ അതിൻ്റെ അത് വന്നേക്കുന്ന കൂടുതലും ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും സിനിമയ്ക്ക് ആഗ്രഹിച്ച് വന്നതാണ്. അവരും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആ പരിപാടി അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് ആൾക്കാർക്ക് നല്ല ഇടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്. ഈ തിയേറ്റർ റെസ്പോൺസ് ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ രണ്ടുപേരും? നല്ലൊരു സിനിമയാണെന്ന് വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഇതിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ലൊക്കേഷനിലെ ഫൺ മൊമെന്റ്സ് ഒക്കെ എന്താ ഉള്ളത്? അങ്ങനെ വലിയ ഫണ്ണൊന്നുമില്ല, സീരിയസ് ആയിട്ട് തന്നെയായിരുന്നു. അല്ല ഈ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവരെല്ലാവരും സോഷ്യൽ മീഡിയ ആൾക്കാരും കൂടെയാണല്ലോ. ഇപ്പം അല്ലമീൻ ആണെങ്കിലും അവരുടെ ഒരു കിഡു മീഡിയ ആണെങ്കിലും അതേപോലെ ഹാഷിറിൻ ടീമും ആണെങ്കിലും മറ്റുള്ള അതിലെല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ ഇവരിങ്ങോട്ടേക്ക് വരുമ്പോൾ സിനിമാ മോഹമുള്ള ആളുകളൊക്കെയാണ് എല്ലാവരും. അപ്പം ഇവരെ എല്ലാവരെയും ഒറ്റ പല രീതിയിൽ വരുന്ന ഈ കണ്ടന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇവരെയൊക്കെ ഒരു ഒറ്റ ഫ്രെയിമിലേക്ക് കൊണ്ടുവരിക സംവിധായകനെ സംബന്ധിച്ച് കുറച്ച് എന്തെങ്കിലും ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ വലിയ പ്രശ്നം തോന്നിയില്ല. ഇപ്പം നമ്മൾ ഹാഷറൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു പരിപാടി നമുക്ക് തോന്നിയായിരുന്നു. ഇപ്പം നമ്മൾ അതേപോലെ വന്നു. ഇപ്പം അല്ലമീനൊക്കെ വന്നപ്പോഴും അവർക്ക് അവരുടേതായ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മളപ്പം കൂടുതൽ ഇങ്ങനെ വേണമെന്നുള്ള പരിപാടി ഒന്നും പിടിച്ചില്ല. എല്ലാം സംഭവിച്ചു. അതെ. നിങ്ങൾ രണ്ടുപേരും കൊച്ചി ബേസ്ഡ് ആണോ അതോ? ഇല്ല, ഞാൻ ട്രിവാൻഡ്രമാണ്. തിരുവനന്തപുരത്ത് എവിടെയാ? വട്ടപ്പാറ. ഓക്കെ. ഞാനും ട്രിവാൻഡ്രമാണ്. ഞാൻ തിരുവല്ല, പത്തനംതിട്ട. അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ സിനിമയിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? വിഞ്ചന്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. വിഞ്ചന്റെ കൂടെ ആദ്യത്തെ സിനിമ തൊട്ടേ ഉണ്ട്? അല്ല, ഞാൻ അന്താക്ഷരിയിൽ അത് തൊട്ടിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ. ഞാൻ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അതിന് മുന്നേ ആഡുകളും പരിപാടിയായിട്ട് വിഞ്ചന്റെ കൂടെയായിരുന്നു. പിന്നെ അതിന് മുന്നേ നിതീഷ് എന്ന് പറഞ്ഞിട്ട് ഫാലിമിയുടെ ഡയറക്ടർ, പുള്ളിയാണ് എനിക്ക് വിഞ്ചന്റെ അടുത്തേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പുള്ളിയുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്തു. പിന്നെ പതിയെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി. അടിപൊളി. അങ്ങനത്തെ ഇഷ്ടമുണ്ടായിരുന്നു ഇങ്ങനെ സിനിമ പരിപാടിയൊക്കെ. അപ്പോൾ എങ്ങനെ ഇതിലേക്ക് എത്തണം. എൻ്റെ വീടിന് അടുത്തൊരു ചേട്ടനുണ്ടായിരുന്നു, അപ്പോൾ സാമൻ ആളുടെ പേര്. അപ്പോൾ ആള് ഇതുപോലെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആളാണ് ഇങ്ങനെ എന്നെ സിനിമ പരിപാടിയിലൊക്കെ എത്തിച്ചതും. പിന്നെ അന്ന് എനിക്ക് അത്ര വലിയ അറിയില്ലായിരുന്നു. അപ്പം പുള്ളിയാണ് ഇതുപോലെ ഫിലിം ഫെസ്റ്റിവലിൽ പരിപാടിക്കൊക്കെ കൊണ്ടുപോയി. പിന്നെ പുള്ളിയുടെ ഫ്രണ്ട് സർക്കിൾ വഴിയാണ് ഞാൻ ഇതുപോലെ വിപിൻചേട്ടൻ്റെ അടുത്ത് എത്തുന്നത്. അങ്ങനെ എത്തി പുള്ളിയുടെ 3-4 പടമൊക്കെ ചെയ്തു. ഞാൻ മുമ്പ് വേറെ ആൾക്കാരോടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ടൊക്കെ, അസോസിയേറ്റ് ആയിട്ട്, സീരിയൽ, ആൽബം, അങ്ങനെ എല്ലാ മേഖലയിലും ഉണ്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്ന എന്താ പരിപാടിക്കൊക്കെ അന്ന് പോവായിരുന്നു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഓക്കെ. ഈ പേഴ്സണൽ കോളുകളൊക്കെ വരുന്നുണ്ടോ? ആൾക്കാർ സിനിമയൊക്കെ കണ്ടിട്ട് വിളിച്ച് പറയുന്നുണ്ടോ? പറയാറുണ്ട്. ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കും. അത് ഭയങ്കര ഇമോഷണൽ ആവും. ഞാനൊക്കെ എന്തോരം ടിഷ്യൂം കൊണ്ടാണ് വീട്ടിൽ നിന്ന് പോയെന്നറിയാമോ? കാര്യമായിട്ട് പറഞ്ഞാൽ. കാരണം അത്രയും നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ സിബ്ലിങ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ആണെങ്കിലും ഒരു ഇടവേള കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് മിണ്ടാണ്ടാവുമോ, അപ്പോൾ ആ ഒരു സാധനം നമുക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. അതേപോലെ കൂട്ടുകാരാണെങ്കിലും അത് ഈ കുറേ സമയം നിങ്ങൾ രണ്ടുപേരാണെങ്കിലും എഡിറ്റ് ചെയ്ത് പലവട്ടം കണ്ടിട്ടുണ്ടല്ലോ സിനിമ. അവസാനം തിയേറ്ററിലേക്ക് വരുന്നതിന് മുൻപ് വരെ കുറേ വട്ടം കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അത്രയും ഫീൽ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഒരു സാധനം നിങ്ങളുടെ ഉള്ളിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ലേ? ഇല്ല, എനിക്ക് തുടക്ക ടൈമിലേക്ക് ഉണ്ട്. ഇപ്പം ഇതിൻ്റെ എഡിറ്റർ കണ്ണൻ മോഹൻ എന്ന് പറഞ്ഞ ആളാണ്. അത് ഇങ്ങനെ ഒരു മൂഡിലേക്ക് എത്തി നമ്മൾ ഡബ്ബെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണേലും ആ ഒരു ടൈമിലൊരു ചെറിയൊരു കണ്ടപ്പോൾ ഒരു
അത് ഓക്കെ ആകും എന്നൊരു മൂഡ് ഒരു ഇമോഷൻ തോന്നിയായിരുന്നു. ഓക്കെ. പിന്നെ ഇങ്ങനെ മ്യൂസിക് വന്നപ്പോഴും ബാക്കി എൻ്റെ കൂടെയുള്ളവർ എല്ലാവരും ഭയങ്കര ഇമോഷണലൊക്കെ ആകുന്നുണ്ടായിരുന്നു. ഇവനാണേലും ഭയങ്കര എനിക്കാണെങ്കിൽ ഇമോഷനൊക്കെ കിട്ടുന്നു. പക്ഷേ ഇവർ കാണിക്കുന്ന അത്രയും എനിക്കൊരു പരിപാടി അന്ന് പോലെ വന്നില്ലായിരുന്നു. എനിക്ക് അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഗംഭീര വിജയമായതുകൊണ്ട് തന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് എന്ന് തോന്നുന്നുണ്ടോ മുന്നോട്ടുള്ള പോക്ക്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് സിനിമ ചെയ്യണമെന്നൊക്കെ ഉള്ളായിരുന്നു ആഗ്രഹമുള്ളത്. അങ്ങനെ ചെയ്തു പോകണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചു. ഇനി പുതിയ പ്രോജക്റ്റുകൾ എന്താണ്? അഖിലിന്റെ പുതിയ പ്രോജക്റ്റുകൾ എന്താ? അത് ഡിസ്കഷൻ നടക്കുന്നുണ്ട്, തീരുമാനങ്ങളായിട്ടില്ല. ഓക്കെ. ഈ സ്വതന്ത്ര ക്യാമറമാനായിട്ട് ഇത് ആദ്യമായിട്ടാണ്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ ഒരു സിനിമയുടെ സിനിമറ്റോഗ്രാഫർ എന്ന് പറയുമ്പോൾ. അപ്പം സവിൻസ് അക്കാര്യം പറയുമ്പോഴത്തേക്കും എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്തതും അത് ആ ചാലഞ്ചസിനൊക്കെ ഏറ്റെടുത്ത് എങ്ങനെയായിരുന്നു? അല്ല, ഇതിപ്പോ വിപിൻ ചേട്ടനാണ് എൻ്റെ അടുത്ത്. ഇപ്പൊ സവിൻ ചേട്ടന് പറഞ്ഞ പോലെ സവിൻ ചേട്ടനെ വിളിച്ചിട്ട് ഈ പടം ഡയറക്റ്റ് ചെയ്യുമെന്ന് വിപിൻ ചേട്ടൻ ചോദിച്ച പോലെ തന്നെയാണ് എൻ്റെ അടുത്ത്. പെട്ടെന്ന് ദിവസം വിളിച്ചിട്ട് രണ്ടാം ഭാഗം ചെയ്യാൻ സാധ്യതയുണ്ട്, സവിൻ ചേട്ടനാണ് ടീം ചെയ്യുന്നത്. അപ്പോൾ സവിൻ ചേട്ടനാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. നല്ല അടിപൊളിയായിരിക്കും ചേട്ടാ, നീ ആയിരിക്കും ക്യാമറ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനത് അപ്പോൾ എന്താ നീ ചെയ്യുമെന്നല്ല ഞാൻ ചോദിക്കുന്നത്, നീ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു. പുള്ളി തന്ന ട്രസ്റ്റ്, പുള്ളിയെ വിശ്വസിച്ചു എന്നുള്ളതാണ് അത് നമ്മൾ ചെയ്യും എന്നുള്ളത്, ആ ട്രസ്റ്റിൻ്റെ പുറത്ത്. ഓക്കെ. അങ്ങയുടെ പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അണിയറയിലുണ്ടോ? അല്ല, ഇങ്ങനെ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ ചില കഥകളൊക്കെ നമ്മൾ കൂട്ടുകാരൊക്കെ കൂടി സെറ്റ് ചെയ്ത് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം. ഓക്കെ. ഈ വാഴ ഒന്നുമായിട്ട് അതിലും ഇങ്ങനെ തന്നെ ആയിരുന്നു, നമുക്ക് കുറേ മനുഷ്യബന്ധങ്ങളും അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു. അവസാനമൊക്കെ എത്തുമ്പോൾ വാഴ 2-നും വാഴ 1-നും ഒക്കെ നമ്മളെ ഇമോഷണലി ഇല്ലാണ്ടാക്കുന്ന, ഞാൻ നല്ല രീതിയിൽ നമ്മളെ അങ്ങ് ബ്രേക്ക് ഡൗൺ ആക്കുന്ന രീതിയിലായിരുന്നു. അപ്പം ഈ ഫസ്റ്റ് ടീമുമായിട്ടും ആ ടീമിലും ഉണ്ടായിരുന്നു. അപ്പം ഈ രണ്ടാമത്തെ വരുമ്പോ ഇവരൊക്കെ സെറ്റിലോട്ട് വന്നിരുന്നു? വന്നിരുന്നു. ഇപ്പം ഞങ്ങള് വാഴ 1-ലുള്ള എല്ലാ ആൾക്കാരും തമ്മിൽ നമുക്ക് നല്ല കണക്ഷൻ ഉണ്ട്. അവരും വന്ന് ഇപ്പൊ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടായിരിക്കാം ഞാനും അതിൽ വർക്ക് ചെയ്ത് വന്ന ഒരാളാണ്. അതായിരിക്കാം ചില എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. വാഴ 3-ല് രണ്ടുപേരും ഉണ്ടോ അതോ? എനിക്ക് വർക്ക് ചെയ്യണം നല്ല ആഗ്രഹം. കാരണം ഞങ്ങൾ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ടാണ്. വാഴ 2-ല് ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ നിൽക്കണം നല്ല ആഗ്രഹമുണ്ട്. ശരി, നമ്മളിപ്പോ ഇന്ന് വിഷുദിനമാണല്ലോ, അപ്പം വിഷു വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നാട്ടിലെ വിഷു ആഘോഷവും? നാട്ടിൽ പോയിട്ടില്ല. ഓക്കെ. അവിടെ വട്ടപ്പാറയിൽ എങ്ങനെയാ വിഷു? കഴിഞ്ഞ വർഷമൊക്കെ എങ്ങനെയായിരുന്നു? ഇത്തവണ ഇവിടെയാണ്? അല്ല, ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെ തന്നെയാണ്, നാട്ടില് അങ്ങനെ വല്ലപ്പോഴും പോയി വരുന്നതല്ലാണ്ട്. വിഷു ആഘോഷമൊക്കെ ഓർമ്മയുണ്ടോ? അമ്മ കണ്ണൊക്കെ പൊത്തി കണി കാണിച്ചൊക്കെ ഓർമ്മയുണ്ടോ? അങ്ങനാണോ? അവിടെ വിഷുവാഘോഷമൊക്കെ ഉണ്ടോ തിരുവല്ലയില്? ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇന്നിപ്പോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വിഷു സദ്യ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ശരി. അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഹോബി എന്താണ്? ഈ സിനിമ കാണുക, അത് തന്നെയാണ്? ഓക്കെ. പിന്നെ കൂട്ടുകാരായിട്ട് സിനിമയൊക്കെ സംസാരിക്കുക. നാട്ടിലാണെങ്കിലും ഇങ്ങനെ നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവില്ല എല്ലായിടത്തും ഇങ്ങനെ. അപ്പം സിനിമ എന്തായാലും അതിലേക്കൊരു മാറ്റമായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമ സംസാരിക്കും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക്, അങ്ങനെ അതൊക്കെ ഉള്ളൂ. ഈ ഞാനല്ലാതെ പിന്നെ ആര്, ആ ഒരു ഡയലോഗ് അന്ന് പറയുമ്പോൾ ഇത്രയും ഹിറ്റാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. പക്ഷെ അതിന് എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നിയിരുന്നു. നമ്മൾ തുടക്കം തൊട്ട് അത് കേൾക്കുന്നുണ്ട്. ഇപ്പം ഹാഷിറിന്റെ അവരെ കുട്ടിക്കാലം പറയുമ്പം തൊട്ട് തന്നെ ഈ ഡയലോഗ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇച്ചിരി സ്പോയിലർ ആവുമെന്തോ ഞാനിങ്ങനെ പറഞ്ഞ് അത് കുട്ടിക്കാലം തൊട്ട് അത് കേൾക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ആ ഫോൺ കോളിലൊക്കെ വരുമ്പോഴത്തേനും ഇത് വല്ലാണ്ടങ്ങ് ഫീൽ ആവുന്നുണ്ട്. അത് അങ്ങനെ ഹിറ്റാവില്ലെന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ അതിന് പറ്റിയൊരു പരിപാടിയാണെന്ന് തോന്നിയായിരുന്നു. ഇങ്ങനെ ആദ്യം പോലെ ഇങ്ങനെ പറഞ്ഞു വന്ന് അവസാനം പറയുമ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി കിട്ടുമെന്ന് തോന്നിയിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. ആ സമയത്ത് അത് നന്നായിട്ട് ചെയ്യാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. പെൺകുട്ടിയായിട്ട് അഭിനയിച്ച അനിയത്തിയായിട്ട് അഭിനയിച്ച കുട്ടി അത് വേദ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അതും നമ്മൾ ഓഡീഷൻ വഴി സെലക്ട് ആയതാണ്. ശരി. അപ്പം ഈ തിരക്കഥ വായിക്കുന്ന സമയത്ത് ഇവരൊക്കെ ആയിരിക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നോ അതോ പിന്നീടാണോ ഈ ഓഡീഷനൊക്കെ നടത്തുന്നത്? ഓഡീഷൻ എന്തായാലും നമുക്കൊരു ഏകദേശം ഒരു പരിപാടിയെ പറ്റി ഒരു ധാരണയൊക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഉള്ള അവർക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സ് കൂടുതലുണ്ടാകും. ചിലപ്പോൾ കരച്ചിലായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ബേസ് പരിപാടി ചെയ്തിട്ടായിരിക്കും. ഈ കുറച്ചെന്തെങ്കിലും വെല്ലുവിളികളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നോ ഈ സിനിമ എടുക്കുന്ന സമയം? കാരണം പഴയ കാലവും കൂടിയൊക്കെ നല്ല മിക്സ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അല്ല, അങ്ങനെ ശരിക്കും മഴ മാത്രമേ ഉള്ളായിരുന്നു ഇച്ചിരി പ്രശ്നമായിട്ടുള്ളൂ. നമ്മൾ 2-3 തവണ പടം ഷെഡ്യൂളായി പോയായിരുന്നു. മഴ ഭയങ്കര. പ്രധാനപ്പെട്ട ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ആലുവയായിരുന്നു മെയിൻ ലൊക്കേഷൻ. പിന്നെ
പുറത്ത് ഫുജിയറ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നു, ജോർജിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അവിടെയൊക്കെ പോയി അവിടെയൊക്കെ പോയി. എങ്ങനെയായിരുന്നു മൊത്തം ഒരു എക്സ്പീരിയൻസ് വാഴ 2-ന്റെ മൊത്തം ഒരു സിനിമറ്റോഗ്രാഫി അനുഭവം, ആദ്യ സ്വതന്ത്ര സിനിമറ്റോഗ്രാഫി അനുഭവം? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും അടുത്ത ആൾക്കാർ ഇൻട്രോവേർട്ട് അല്ലേ? അല്ല, ഇങ്ങനെ ഇവരെയൊക്കെ നിയന്ത്രിച്ചൊക്കെ പോകണ്ടേ? സെറ്റിലാണെങ്കിലും കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നല്ലേ, അപ്പം അത് എന്തെങ്കിലുമൊക്കെ വെല്ലുവിളി ഉണ്ടായിരുന്നോ? ഇപ്പോഴാണോ? ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തത് വാഴ 1-ന്റെ DOP, വ്യസന സമയത്തിൻ്റെ DOP, ഞങ്ങളെല്ലാവരും അടുത്ത. ഇപ്പോൾ അവരുടെ വർക്കിൽ ഞാനും ഇപ്പോൾ അരവിന്ദ് പൂശ്ശേരി ഉണ്ടായിരുന്നു. അരവിന്ദ് പൂശ്ശേരിയാണ് വാഴ 1 DOP. പിന്നെ വ്യസന സമേതം ചെയ്ത റഹീം അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ജോ ക്രിസ്റ്റോ സേവർ, CID രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് സിനിമ. എല്ലാവരും ഇൻഡിപെൻഡൻറ്റ് DOPs ആണ്. പിന്നെ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും എൻ്റെ കൂടെ വന്ന് വർക്ക് ചെയ്യുന്നു, ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിന്ന് വളരെ മനോഹരമായ ഒരു സിനിമ പിറന്നു. അത് 100 കോടി ക്ലബിലേക്ക് 100 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷം നൽകുന്ന കാര്യം. അപ്പോൾ ഇനിയും പുതിയ പുതിയ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് രണ്ടുപേർക്കും. നല്ലൊരു വിഷുക്കാലാവട്ടെ. ഇനി പുതിയ അണിയറയിൽ ചർച്ചകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ അല്ലേ? വേറെ പറയാനായിട്ട് ഒന്നും ആയിട്ടില്ല. അപ്പം വാഴാത്രിയിൽ രണ്ടുപേരെ സാന്നിധ്യം പ്രതീക്ഷിക്കാം. ശരി, അപ്പോൾ എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും. ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. ഹാപ്പി വിഷു. താങ്ക് യു. ഹാപ്പി ഹാപ്പി വിഷു.